ലോക വയോജന ദിനം ആചരിച്ചു. കുന്നത്തൂർ താലൂക്ക് NSS കരയോഗ യൂണിയന്റെയും താലൂക്ക് വനിതാ യൂണിയന്റെയും ആഭിമുഖ്യത്തിലാണ് വയോജന ദിനം ആചരിച്ചത്. 110 ദമ്പതികളെ ചടങ്ങിൽ ആദരിച്ചു. കുന്നത്തൂർ താലൂക്ക് NSS കരയോഗ യൂണിയന്റെയും താലൂക്ക് വനിതാ യൂണിയന്റെയും ആഭിമുഖ്യത്തിലാണ് വയോജന ദിനം ആചരിച്ചത്. താലൂക്കിലെ വിവിധ കരയോഗങ്ങളിൽ നിന്നും അനുപമ ദാമ്പത്യത്തിന്റെ അരനൂറ്റാണ്ട് പൂർത്തിയാക്കിയ 110 ദമ്പതികളെ പരിപാടിയിൽ ആദരിച്ചു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് VRK ബാബുവാണ് ആദരിച്ചത്. മുതിർന്ന ആളുകളെ ബഹുമാന പുരസ്സരം പുതിയ തലമുറ കാണണമെന്ന് ആഹ്വാനം ചെയ്യുന്നതിന് വേണ്ടിയാണ് കുന്നത്തൂർ താലൂക്കിലെ തന്നെ ആദ്യത്തെ വയോജന ദിന ആചരണം. അത് മഹാനായ മന്നത്തെ പത്മനാഭന്റെ ആശീർവാദങ്ങളോട് പ്രവർത്തിക്കുന്ന നായർ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ തന്നെ ആവട്ടെ എന്ന് വനിതാ യൂണിയൻ പ്രസിഡന്റ് SS ഗീതാഭായ് അധ്യക്ഷത വഹിച്ചു. താലി ചരടിൽ കോർത്ത ഒരു താലിയുടെ മാഹാത്മ്യം അവർ ഉൾക്കൊള്ളുവാൻ ഇന്നത്തെ തലമുറ തയ്യാറാവുന്നുമില്ല. താലിയുടെ ഒരു രൂപം തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. സ്നേഹത്തിന്റെ സിമ്പലുണ്ട്, അതോടൊപ്പം ഹൃദയത്തിന്റെ സിമ്പലും കൂടി ഉൾപ്പെടുന്നതാണ്. സ്നേഹത്തോടുകൂടി ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്ന പരിഭാവനമായ ആ താലിയുടെ മഹത്വം ഈ 50 വർഷം കാത്തു സൂക്ഷിച്ച ഈ ദമ്പതിമാരാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. യൂണിയൻ വൈസ് പ്രസിഡന്റ് തോട്ടുവ മുരളി വയോജന സന്ദേശം നൽകി. യൂണിയൻ സെക്രട്ടറി M അനിൽകുമാർ വിശദീകരണ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് ആശാപിള്ള, ഷീജ തുടങ്ങിയവർ വയോജന സംരക്ഷണ നിയമത്തെക്കുറിച്ച് സംസാരിച്ചു. L പ്രീത, N സോമൻപിള്ള, ഡോക്ടർ ഗിരീഷ്മ സുനിൽ, ഡോക്ടർ ജിഷ്ണു KS തുടങ്ങിയവർ പങ്കെടുത്തു. തീർച്ചയായും ഇത്രയും കരയോഗ നാഥന്മാരായിട്ടുള്ള ദമ്പതികൾ നമ്മുടെ ഈ റവന്യൂ താലൂക്കിൽ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിൽ അതിയായ സന്തോഷവും ചാരിതാർത്ഥ്യവുമാണ് ഇന്നത്തെ ഈ യോഗമുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കണം. ഓരോ ദിനവും ആചരിക്കുകയാണ്. ആ ആചരണത്തിന്റെ ഭാഗമായുള്ള വയോജന ദിന ആചരണമാണ് ഇന്നും കൂടി എങ്കിലും. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.